വിസ്മയം എന്ന കഥയുടെ തുടർഭാഗം. നാളെ മുതൽ ഉച്ചഭക്ഷണം കോളേജിലേക്ക് പോകുമ്പോൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാമെന്ന് വിസ്മയ തീരുമാനിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയപ്പോൾ ജയശങ്കറിൻ്റെ ക്ലാസ്സായിരുന്നു ആദ്യത്തെ പീരീഡ്. അദ്ദേഹം പറഞ്ഞു, ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നു. ബഹളം വെച്ചുകൊണ്ടിരുന്നവരുടെ ശബ്ദം പെട്ടെന്ന് നിലച്ചു. നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരുടെയും വിശേഷം അപ്പോൾ അറിയാം. അങ്ങനെ കുറേ വഴക്ക് അദ്ദേഹം പറഞ്ഞു. വേഷം കെട്ടിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ലെന്നും നന്നായി പഠിക്കണമെന്നും ഒക്കെ. ഇൻ്റർവെൽ സമയത്ത് തന്നെ എല്ലാവരും നോട്ടീസ് ബോർഡിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി നോക്കുന്നത് കണ്ടു. വിസ്മയ അത്ര ധൃതി പിടിച്ചില്ല. എല്ലാവരുടെയും ഊഴം കഴിയട്ടെ. വിസ്മയ ഒതുങ്ങി നിന്നു വരാന്തയിൽ. അപ്പോൾ പിറകിൽ നിന്നൊരു ശബ്ദം. വിസ്മയ തിരിഞ്ഞു നോക്കി. അത് മറ്റാരുമല്ല, ക്ലാസ്സിലെ ഏറ്റവും നല്ലതുപോലെ പഠിക്കുന്ന അഭിനന്ദായിരുന്നു. അത് ക്ലാസ്സിലെ കുട്ടികളുടെയെല്ലാം ഹീറോ ആണ് ആ കുട്ടി. തന്നോട് ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. അങ്ങനെ ആരോടും മിണ്ടാറുമില്ല. എന്താണെന്ന് വിസ്മയ ചോദിച്ചു. തൻ്റെ റിസൾട്ട് നോക്കുന്നില്ലേ? തിരക്ക് കഴിയട്ടെ. വീണ്ടും അവൾ തിരിഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നോക്കേണ്ട കാര്യമില്ല. തനിക്ക് എല്ലാ വിഷയത്തിനും A+ ഉണ്ട്. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. എന്നിട്ടവൻ നടന്നു നീങ്ങി. വിസ്മയ്ക്ക് അത്ഭുതം തോന്നി. എങ്ങനെ? ഞാൻ പഠിച്ചിട്ടല്ല എഴുതിയത്. ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് മാത്രമേ താൻ എഴുതിയിട്ടുള്ളൂ. ജയിക്കുമെന്ന് അറിയാം, എങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല, അവൾ മനസ്സിലോർത്തു. വൈകുന്നേരം വാസുദേവൻ്റെ അടുത്ത് ചെന്നവൾ പറഞ്ഞു തൻ്റെ റിസൾട്ടിനെ കുറിച്ച്. വാസുദേവൻ കടയിൽ നിന്ന് ഒരു മിഠായി വിസ്മയ്ക്ക് നൽകി സന്തോഷം പങ്കിട്ടു. കുറച്ചുകൂടി പഠിത്തത്തിൽ ശ്രദ്ധിക്കണമെന്നും അവൾ സ്വയം പറഞ്ഞു. തിരിച്ച് വീട്ടിൽ ചെന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം ആഹാരം കഴിച്ചു. എല്ലാ ദിവസവും വിസ്മയ പിറ്റേന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു കണക്കുകൂട്ടൽ നടത്തും. അതിനുശേഷമേ കിടക്കുകയുള്ളൂ. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് പതിവ് കാര്യങ്ങളോടൊപ്പം ചോറ് കൊണ്ടുപോകണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചു വാസുദേവൻ. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം വാസുദേവനോട് അവൾ പറഞ്ഞിരുന്നു. നമ്മൾ ആരോടും മത്സരിക്കാൻ പോകണ്ടെന്നും അല്പം ചോറ് കൊണ്ടുപോയി കഴിച്ചാൽ മതി, അതാണ് നല്ലതെന്നും വാസുദേവൻ വിസ്മയോട് പറഞ്ഞിരുന്നു. രാവിലെ തന്നെ വിസ്മയ മീൻ ചന്തയിലേക്ക് വാസുദേവനോടൊപ്പം പോയി. ചന്തയിൽ നിന്നും മീനുമായി തിരിച്ചു വരുന്ന വഴി ഒരു കാർ വിസ്മയുടെ സൈക്കിളിൽ ഇടിച്ചു. വിസ്മയ മീൻകുട്ടയും സൈക്കിളുമായി മറിഞ്ഞു വീണു. അല്പം മാറി വണ്ടി നിർത്തി. കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. വിസ്മയെ പിടിച്ചു പൊക്കി. അപ്പോഴാണ് അയാൾ അറിയുന്നത് അതൊരു പെൺകുട്ടിയായിരുന്നെന്ന്. കയ്യിൽ നിന്നും ചോര വരുന്നുണ്ട്. കാലിനും മുറിവുണ്ട്. മീൻ മുഴുവൻ തെറിച്ചുപോയി. സൈക്കിളിനും കാര്യമായ തകരാറും സംഭവിച്ചിട്ടുണ്ട്. വിസ്മയ്ക്ക് താൻ വീണതിലോ മീൻ പോയതിലോ വേദന തോന്നിയില്ല. പക്ഷെ തൻ്റെ ജീവൻ്റെ ഭാഗമായ സൈക്കിളിന് എന്തെങ്കിലും സംഭവിച്ചോ? അതായിരുന്നു അവൾക്കറിയേണ്ടത്. അവൾ പറഞ്ഞു, എൻ്റെ സൈക്കിൾ. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, രക്തം വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകണം, വരൂ എന്ന് പറഞ്ഞ് അയാൾ അവളെ പിടിച്ച് വണ്ടിയിൽ കയറ്റി. 2-3 പരിചയക്കാർ വന്ന് റോഡിൽ നിന്ന് മീൻകുട്ടയും സൈക്കിളും വിസ്മയുടെ വീട്ടിലെത്തിച്ചു. അയാൾ അവളെ അടുത്തുള്ള ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നത് വീൽ ചെയറിലിരുത്തി അകത്തേക്ക് കൊണ്ടുപോയി. കൗണ്ടറിൽ പേര് പറയാൻ പറഞ്ഞപ്പോൾ കുട്ടിയുടെ പേരെന്താണ് അയാൾ ചോദിച്ചു. അവൾ പറഞ്ഞു, വിസ്മയ B. നാഥ്. അത് പറയുമ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. ഡോക്ടർ പരിശോധിച്ചു. കാര്യമായ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, എങ്കിലും വണ്ടി തട്ടിയതല്ലേ, ഒരു ദിവസം കിടക്കട്ടെ ഒബ്സർവേഷനിൽ. മുറിവിൽ മരുന്ന് വെച്ച് കെട്ടണം. വേദന അറിയാതിരിക്കുവാൻ ഒരു ഇഞ്ചക്ഷനും TTയും എടുത്തു. അത് കഴിഞ്ഞപ്പോൾ വിസ്മയ പറഞ്ഞു, സാർ എനിക്ക് കിടക്കണ്ട, എനിക്ക് പോകണം. അത് കേട്ട് അയാൾ പറഞ്ഞു, ഒരു ദിവസം ഇവിടെ കിടക്കാം. അതോർത്ത് വിഷമിക്കേണ്ട. കുട്ടിയുടെ വീടെവിടെയാണ്? ഞാൻ വീട്ടിൽ അറിയിക്കാം. വീട്ടിലുള്ളവർ അല്ലെങ്കിൽ വിഷമിക്കും. വിസ്മയ അയാളെ നോക്കി. ഈ നാട്ടുകാരനല്ല, തൻ്റെ കഥയും അറിയില്ല, അതുകൊണ്ടാവും സാർ. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. കിടക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഞാൻ പോയിക്കൊള്ളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ, എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. അതിന് തക്കതായിട്ടൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇത് കേട്ടുകൊണ്ടാണ് നഴ്സ് രേഖ അങ്ങോട്ട് കടന്നു വന്നത്. ആഹാ, വിസ്മയായിരുന്നു. എന്തു പറ്റി? സ്ഥിരം വിസ്മയോടാണ് അവർ മീൻ വാങ്ങുന്നത്. അതുമാത്രമല്ല, വിസ്മയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ രേഖയോടാണ് ചികിത്സ തേടുന്നത്. അതുകൊണ്ട് തന്നെ വിസ്മയുടെ കഥകളെല്ലാം രേഖയ്ക്കറിയാം. ഒരു പ്രത്യേക സ്നേഹം രേഖയ്ക്ക് വിസ്മയോടുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം രേഖയോട് അയാൾ പറഞ്ഞു. രേഖയും പറഞ്ഞു, ഒരു ദിവസം കിടക്കൂ, ഞാൻ നോക്കിക്കൊള്ളാം വിസ്മയെ, അതോർത്ത് പേടിക്കേണ്ട. അതിനുശേഷം രേഖ പുറത്തേക്ക് പോയപ്പോൾ അയാൾ അവരുടെ പിറകെ പോയി ചോദിച്ചു, ഈ കുട്ടിയുടെ വീട് എവിടെയാണ്? ആ അഡ്രസ്സ് ഒന്ന് തരാമോ?
രേഖ അയാളോട് പറഞ്ഞു, സർ, ആ കുട്ടിക്ക് വീടുണ്ട്, പക്ഷേ വീട്ടിൽ ആരുമില്ല. ഇപ്പോൾ അവൾ തികച്ചും ഒരു അനാഥയാണ്. അവളുടെ ഏകദേശ കഥ ചുരുക്കി പറഞ്ഞു. അത് കേട്ട് അയാൾ അമ്പരന്നു. അയാൾ തിരിച്ച് വിസ്മയ കിടക്കുന്ന റൂമിലെത്തി. അപ്പോൾ വിസ്മയ ചെറുതായി ഒന്ന് മയങ്ങിയിരുന്നു. അയാൾ അവിടെ കണ്ട കസേരയിലിരുന്നു. അതിനുശേഷം വിസ്മയെ തന്നെ നോക്കിയിരുന്നു. ധീരയായ പെൺകുട്ടി, നിന്റെ മുൻപിൽ ഞാൻ ഒന്നുമല്ല, അയാൾ മനസ്സിലോർത്തു. പിന്നീട് അവൾ ഉണരുന്നത് വരെ അയാൾ അവളെ തന്നെ നോക്കിയിരുന്നു. അധികം വൈകിയില്ല. ആ റൂമിൻ്റെ അടുത്ത് ഒരു കാൽപ്പെരുമാറ്റം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. അത് മറ്റാരുമായിരുന്നില്ല, വാസുദേവനായിരുന്നു. അയാൾ വാസുദേവനോട് ചോദിച്ചു, ആരാണ്? വാസുദേവൻ പറഞ്ഞു, ഞാൻ വാസുദേവൻ, വിസ്മയുടെ സുഹൃത്താണ്. അത് കേട്ടപ്പോൾ അമ്പരന്നു. ഏകദേശം 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന സന്യാസരൂപിയായ ഈ ഒറ്റക്കാലിൽ എങ്ങനെയാണ് ഈ കുട്ടിയുടെ സുഹൃത്താകുന്നത്? എന്തായാലും അയാൾ പറഞ്ഞു, കടന്നു വരൂ. അത് കേട്ട് വാസുദേവൻ അകത്തേക്ക് കടന്നു. നടന്നതെല്ലാം അയാൾ വാസുദേവനോട് പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം വിസ്മയുടെ അടുത്തേക്ക് ചെന്ന് വാസുദേവൻ നോക്കി. അല്പനേരം അവളുടെ തലമുടിയിൽ കൂടി വിരലുകൾ ഓടിച്ചു. അപ്പോൾ അയാൾ കരഞ്ഞു. വാസുദേവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അറന്ന് വീഴുന്നത് അതാരും കാണാതെ തുടയ്ക്കുന്നതും അയാൾ വാസുദേവനോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ചെറുതായി ഒന്ന് തൊലി പൊട്ടിയതേയുള്ളൂ. ഇന്ന് തന്നെ വേണമെങ്കിൽ വീട്ടിൽ പോകാം. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.